എല്ലായ്പ്പോഴും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനെ എന്നാണ്. ഓം വിഷ്ണവേ നമ എന്നാൽ സർവവും വ്യാപിച്ചവൻ എന്നാണ്. വിഷ്ണു എന്നാൽ സർവ്വവ്യാപി എന്നാണ് അർത്ഥം. ഓ വിഘ്നേശ്വരായ നമ എന്നാൽ വിഘ്നങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഓം ആദിശേഷായ നമ എന്നാൽ ആദിയിലുള്ളവനും പ്രളയത്തിന് ശേഷം അവശേഷിക്കുന്നവനുമായ ആ ഏകനായ ഈശ്വരനെ കുറിക്കുന്ന നാമമാണ് ആദിശേഷൻ. അതുപോലെ ഓം അനന്തായ നമ എന്നാൽ ആ ഏകനായിരിക്കുന്ന ആ ഈശ്വരനാണ് അനന്തരൂപത്തിൽ അതിനാണ് 1000 ശിരസ് അവിടെ കുറിക്കുന്നത്. അപ്പോൾ അനേക രൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വേരായവനും വിഷ്ണുവായും ശിവനായും ഇരിക്കുന്ന അനന്തരൂപൻ എന്ന അർത്ഥത്തിലാണ് അനന്തൻ. ആ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് അനന്തൻ. അപ്പോൾ ഒരേ ഒരു ഈശ്വരനെയാണ് നമ്മൾ പല രൂപത്തിലും പല നാമത്തിലും ആരാധിക്കുന്നത്. മംഗളകാരൻ എന്നർത്ഥത്തിൽ ശിവനെന്നും, പാലനത്തിനായി വിഷ്ണുവായും, വിഘ്നത്തെ തടയുവാൻ വിഘ്നേശ്വരനായും, ധനത്തിനായി